നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടാലിയിൽ ഒരു പർച്ചേസ് എൻട്രി എങ്ങനെ വളരെ വേഗം പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൻ്റെ പേരിലുള്ള ഒരു ബില്ലാണ് അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബില്ല് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് എൻട്രി എങ്ങനെ നമുക്ക് ടാലിയിൽ പോസ്റ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും, അതിൻ്റെ പാർട്ടിയുടെ പേര് ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ് എന്നുള്ള പേര് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, GST നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ബിൽ നമ്പർ, ബിൽ ഡേറ്റ് എല്ലാം നമുക്ക് ഈ ബില്ലിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. വാങ്ങിയിരിക്കുന്ന സാധനം സാംസങ് A15 എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ഫോണാണ്. അതിൻ്റെ ടാക്സിബിൾ വാല്യൂ, അതിൻ്റെ CGST, SGST ടാക്സ് പോർഷനും എല്ലാം ഇവിടെ വ്യക്തമായി തന്നെ ബില്ല് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 16,500 രൂപ അതിനായിട്ടുണ്ട്. ഈ ബില്ലാണ് നമുക്ക് ടാലിയിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ പർച്ചേസ് നമ്മൾ തുടർച്ചയായിട്ട് പർച്ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ടാലിയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ പുതിയതായിട്ടൊരു പാർട്ട് വരുമ്പോൾ ആ പാർട്ടിയുടെ ലെഡ്ജർ ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പർച്ചേസിന് ഇടാൻ. അപ്പോൾ ഇപ്പോൾ ടാലിയുടെ പുതിയൊരു ഫീച്ചർ പ്രകാരം നമുക്കിപ്പം GST നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡീറ്റെയിൽസ് GST പോർട്ടലിൽ നിന്ന് ഇപ്പോൾ ഫെച്ച് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് പർച്ചേസ് എൻട്രി വളരെ വേഗത്തിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഓക്സിജൻ്റെ പേരിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പർച്ചേസ് ഇൻവോയ്സ് എങ്ങനെ ടാലിയിൽ എൻട്രി പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളതിനായി ഇപ്പം എക്സൽ ലെഡ്ജർ എന്ന നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയുള്ള കമ്പനിയുടെ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നാവിഗേറ്റ് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ പല സെക്ഷനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മാസ്റ്റേഴ്സും ട്രാൻസാക്ഷൻസ് ഉണ്ട്, അങ്ങനെ പല സെക്ഷനുണ്ട്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടുള്ളതാണ്. അതിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചേഴ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. വൗച്ചേഴ്സ് നമ്മൾ എൻട്രി ചെയ്തു. വൗച്ചേഴ്സ് എൻട്രി ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റും റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇടേണ്ടത് പർച്ചേസ് എൻട്രി ആണ്. അപ്പം പർച്ചേസ് എൻട്രി ആകുമ്പോൾ വൗച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ, ടാലിയുടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നമ്മൾ പർച്ചേസിലോട്ട് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് വൗച്ചറിലേക്ക് പോവുകയാണ്. പർച്ചേസ് വൗച്ചറിൽ എത്തിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും പർച്ചേസ് സീരിയൽ നമ്പർ 3 ആണ്. 2 പർച്ചേസ് ഇതിനും പോയിട്ടുണ്ടാവും. സീരിയൽ നമ്പർ 3 ആണ് നമ്മുടെ ഇപ്പോഴത്തെ പർച്ചേസ്. ഡേറ്റ് കാണുന്നത് 28 മെയ് ആണ്. നമ്മുടെ പർച്ചേസ് ഇൻവോയ്സിൻ്റെ ഡേറ്റ് ജൂൺ 1 ആണ്. അപ്പോൾ 28 മെയ്യിൽ നമുക്ക് ജൂൺ 1 ഒരു ഇൻവോയ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി F2 പ്രസ് ചെയ്താണ് ഡേറ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. F2 ആണ് ഡേറ്റ് ചേഞ്ച് ചെയ്യേണ്ട ഷോർട്ട് കട്ട് കീ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. അപ്പം ടാലി തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് 29/5 എന്നുള്ളത്. കാരണം 28/5 നിന്നിരുന്നത്, അതുകൊണ്ട് 29/5 സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ 29/5 അല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് 1/6 എൻട്രി ചെയ്യേണ്ടത്. നമ്മളത് മാനുവലി എൻട്രി ചെയ്ത് കൊടുത്തു. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇൻവോയ്സ് നമ്പറാണ് കൊടുക്കേണ്ടത്. നമുക്ക് നമ്മൾ കിട്ടിയ ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇത് പർച്ചേസിൻ്റെ സീരിയൽ നമ്പറാണ്. ഇവിടെയാണ് ഇൻവോയ്സ് നമ്പർ കൊടുക്കേണ്ടത്. നമ്മൾ ഇൻവോയ്സിന് ഡേറ്റ് 1/6 തന്നെയാണ്. അത് നമ്മൾ ഡേറ്റ് അവിടെ ഇട്ടിരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ പാർട്ടിയുടെ പേരാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് ചെയ്തിരിക്കുന്ന ആളുടെ പേരിലാണെന്നുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ്റെ പേരിൽ ലെഡ്ജർ ഒന്നും ഇല്ല. അതിനുവേണ്ടി നമുക്ക് പുതിയ ലെഡ്ജർ ക്രിയേറ്റ് കൊടുക്കേണ്ടതാണ്. ക്രിയേറ്റ് കൊടുത്തു. ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് എത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നേരത്തെ പോലെ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലായി അടിച്ചു കൊടുത്ത് ഡീറ്റെയിൽസ് മാനുവലായി അടിച്ചു കൊടുത്ത് സേവ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ടാലി പുതിയൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫെച്ച് ഡീറ്റെയിൽസ് യൂസിങ് GSTN എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സമയം ലാഭിക്കാൻ പറ്റും. ടൈപ്പ് ചെയ്യുന്ന സമയമൊക്കെ നമുക്ക് വളരെയധികം ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഇൻവോയ്സ് നമ്പർ പ്രകാരമുള്ള GST നമ്പർ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അത് അടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് GSTയുടെ പോർട്ടലിൽ നിന്ന് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഫെച്ച് ഡീറ്റെയിൽസ് യൂസിങ് GSTN എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഡയലോഗ് ബോക്സ് വരും. GST നമ്പർ അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഓക്സിജൻ്റെ GST നമ്പർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ അടിക്കുക. ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ നിന്ന് പോർട്ടലിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ പോർട്ടലിൽ നിന്ന് ഫെച്ച് ചെയ്ത ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് നമ്മുടെ ബുക്കിംഗ് പ്രകാരം എങ്ങനെ സേവ് ചെയ്യണമെന്നാണ് ചോദിക്കുക. നമുക്ക് പോർട്ടലിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുത്താം. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+A അടിച്ച് സേവ് ചെയ്യാം. Ctrl+A അടിച്ച് ഞാൻ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ലെഡ്ജർ ക്രിയേഷൻ്റെ ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയാണ് സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടർ തന്നെയാണ് വരുന്നത്. അടുത്ത ഡീറ്റെയിൽസ് മുഴുവൻ അഡ്രസ് ഡീറ്റെയിൽസും സ്റ്റേറ്റ് ഡീറ്റെയിൽസും പിൻകോഡും പാൻ നമ്പറും GST നമ്പറും എല്ലാം ഇവിടെ ഓട്ടോ ഫെച്ചായി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് സേവ് ചെയ്യാം.
സേവ് ചെയ്യുമ്പോൾ പാർട്ടിയുടെ പേര് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ സപ്ലിമെൻ്ററി ഡീറ്റെയിൽ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ കൺഫേം ചെയ്തു. അതിനുശേഷം GST പർച്ചേസ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും ഓക്സിജൻ്റെ ലെഡ്ജർ വന്നിട്ടുണ്ട്, GST പർച്ചേസ് വന്നിട്ടുണ്ട്. അപ്പോൾ സാംസങ് മൊബൈലാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഒരു മൊബൈലാണ് നമ്മൾ ആ ബില്ലും പ്രകാരം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ ബില്ലും പ്രകാരമുള്ള എമൗണ്ട് ടാക്സബിൾ വാല്യൂ കൂടെ അടിച്ചു കൊടുത്തു. അത് ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് തന്നെ ടോട്ടൽ എമൗണ്ട് കൊള്ളത്തിൽ വന്നു. ഇനി CGST ഇൻപുട്ട് കൊടുക്കാം, SGST ഇൻപുട്ട് കൊടുക്കാം. 18% ആണ്, അതുകൊണ്ടാണ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് റൗണ്ട് ഓഫ് കൊടുത്ത് സേവ് ചെയ്യാം. റൗണ്ട് ഓഫ് 0.01 കൊടുത്ത് സേവ് ചെയ്യാം. ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ ബില്ലും പ്രകാരമുള്ള 16,500 രൂപ തന്നെ ബിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, പർച്ചേസ് ബിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കൺട്രോൾ ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ എൻ്റർ അടിച്ച് വന്നിട്ട് സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് വളരെ വേഗത്തിൽ നമ്മൾ ഇട്ട് തീർത്തിരിക്കുകയാണ്. ഇത്രയും പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിച്ച് വളരെ സിമ്പിളാണ്. നമുക്ക് പർച്ചേസ് രജിസ്റ്ററിലോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ഗേറ്റ് വേയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഡിസ്പ്ലേ അക്കൗണ്ട്സ് ബുക്കിൽ ചെന്നിട്ട് പർച്ചേസ് രജിസ്റ്ററിൽ കയറാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇട്ടിരിക്കുന്ന ജൂൺ 1 16,500 പർച്ചേസ് എൻട്രി ഇവിടെ കൃത്യമായി പോസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വളരെ വേഗം GST നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ പേര് ക്രിയേറ്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പർച്ചേസ് എൻട്രി ഇട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഒരു മിസ്റ്റേക്കും ഇല്ലാതെ GST പോർട്ടലിലെ ഡീറ്റെയിൽസ് അതേപോലെ ആക്യുറേറ്റായി നമ്മൾ ടാലിലേക്ക് ഫെച്ച് ചെയ്തെടുത്തുകൊണ്ട് ചെയ്തു പോകാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ടാലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയൊരു ഫീച്ചറാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകാതിരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.